ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഔട്ടിംഗ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ലുലു മോൾ. അപ്പോൾ നമുക്ക് ലുലു മോൾ എക്സ്പ്ലോർ ചെയ്താലോ? ഒരു 2 മണി കഴിഞ്ഞാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. കാറിലാണ് പോകുന്നത്. ഞാൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, പിന്നെ ചേച്ചിയുടെ മോനാണിത് പാർത്തി. അവനാണെങ്കിൽ ഇരിക്കുന്നില്ല, അവന് നിന്നാൽ മതി എന്നാണ് പറയുന്നത്. അമ്മയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നേരത്ത് കോട്ടൺ ക്ലോത്ത് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. പാർത്തി എന്നോട് പിണക്കമാണ്. അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിണക്കം എന്തിനാണെന്ന് വെച്ചാൽ അവൻ ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിടിച്ച് മേടിച്ചു. കുഞ്ഞു പിള്ളേരങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി. ഐസ്ക്രീം വരെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് കേട്ടില്ല. പിന്നെ നമ്മൾ FM പാട്ടൊക്കെ കേട്ട് നല്ല ചൂടാണ് കേട്ടോ. കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഫൗണ്ടൻ്റെ അവിടെയാണ്. നൈറ്റ് ഇവിടെ കാണാൻ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ നല്ല ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഫുൾ AC ആണല്ലോ, അതുകൊണ്ട്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. നമ്മൾ ഫസ്റ്റ് ഡിസ്കഷനിലായിരുന്നു എങ്ങോട്ട് ആദ്യം പോകാമെന്ന്. ലുലു മോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ഷോപ്സൊന്നും ഓപ്പൺ ആയിട്ടില്ല. ബട്ട് ഇപ്പോഴ് ഒത്തിരി ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസസ് കാനഡയിലെ കോസ്മെറ്റിക്സൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാഷ് ഇത്തിരി കമ്മിയായിരുന്നു, അതുകൊണ്ട് മേടിച്ചില്ല. ചേച്ചിയുടെ മോനാണെങ്കിൽ അവന് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടി തുള്ളിച്ചാട്ടം തന്നെയായിരുന്നു. അവനാണെങ്കിൽ ആദ്യം ഫഞ്ചൂറയിൽ പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പാർത്തി വന്നിട്ട് എപ്പോഴും നമ്മളോട് ചോദിക്കുമായിരുന്നു എപ്പോൾ ലുലു മോളിൽ പോകാം. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലുലു മോളെന്ന് കേൾക്കുമ്പോൾ തന്നെ. പോകണം എന്ന് എപ്പോഴും നമ്മളോട് പറയായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ചെറിയൊരു ട്രിപ്പ് അവന് വേണ്ടി പ്ലാൻ ചെയ്തത്. അവനൊരു ഹാപ്പിനെസ് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ആദ്യം നമ്മൾ പോയത് ഐസ്ക്രീം ഷെഫിലായിരുന്നു. ഇവിടെയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പല പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമാണുള്ളത്. പൈനാപ്പിൾ, ചോക്ലേറ്റ്, സ്ട്രോബെറി, പിസ്ത, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ആദ്യം വന്നിട്ട് ഒരു 3 ഷേക്കും ഒരു ഐസ്ക്രീമുമാണ് പറഞ്ഞത്. ഐസ്ക്രീം വന്നിട്ട് പൈനാപ്പിൾ ഫ്ലേവറിലായിരുന്നു. ഷേക്ക് വന്നിട്ട് എനിക്ക് ബട്ടർ സ്കോച്ചും പിന്നെ ചേച്ചിക്ക് പിസ്ത, പിന്നെ അമ്മ വന്നിട്ട് ചോക്ലേറ്റാണ് പറഞ്ഞത്. പാർത്തിക്ക് എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്യണമായിരുന്നു. അവന് വന്നിട്ട് ബട്ടർ സ്കോച്ചും പിസ്തയാണ് ഇഷ്ടപ്പെട്ടത്. ചോക്ലേറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കഴിച്ചപ്പോൾ തന്നെ കൊള്ളൂല എന്ന് പറഞ്ഞ്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇത്തിരി കയ്പ്പ് കാണുമല്ലോ, കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ 3 ഷേക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് ഷേക്കൊക്കെ അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ വന്നിട്ട് അവൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഐസ്ക്രീം. പിന്നെ വന്നിട്ട് നമ്മൾ ഫഞ്ചൂറയിലാണ് പോയത്. ചേച്ചി ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു കാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബാലൻസ് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പോയതാണ്. ഈ കാർഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫോർ സപ്പോസ് 2000 കൊടുത്ത് മേടിക്കുവാണെങ്കിൽ ആ 2000 അതിൽ തന്നെ കിടക്കും. എത്ര പ്രാവശ്യം ഫഞ്ചൂറയിൽ വന്നാലും അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. തീർന്നു പോയാൽ വീണ്ടും നമുക്കത് റീചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും. ഫഞ്ചൂറയിൽ ആദ്യത്തെ റൈഡ് വന്നിട്ട് കുതിര സവാരിയായിരുന്നു. അവിടേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവൻ അതിൽ കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. അവന് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പാവം ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈ ഒരു കുതിര സവാരി നല്ല രസമാട്ടോ കാണാൻ. നല്ല ഡിസൈൻസൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് സൂപ്പറാണ് കാണാൻ. അത് കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. കുറേ റൈഡ്സ് ഉണ്ട്. അവൻ നോക്കി പോവുകയാണ് ഏതിലൊക്കെ കയറാമെന്ന്. ചേച്ചിയോട് പറയുകയാണ് അമ്മ ഇതിൽ കയറാം അതിൽ കയറാം എന്നൊക്കെ. പിന്നെ വന്നിട്ട് നമ്മൾ മൗണ്ടൻ ക്ലൈമ്പിൽ കയറണമെന്ന് ചോദിച്ചു. അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. ഹൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി പേടിയാണെന്ന് പറഞ്ഞു.
പിന്നെ നമ്മൾ പോയത് സോഫ്റ്റ് പ്ലേയിലാണ്. അതൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ കയറാൻ 300 റുപ്പീസാണ്. 1 മണിക്കൂറാണ് ടൈം കൊടുത്തേക്കുന്നത് കളിക്കാൻ. പാരൻസിനും കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വച്ചിരിക്കും. കുട്ടികളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നമുക്ക് പർച്ചേസ് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാൻ പോകാം. അവിടെ സേഫാണ് കുട്ടികൾ. അവിടെ ഗൈഡുണ്ട്, അവർ ശ്രദ്ധിച്ചോളും. നമ്മൾ പക്ഷേ പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ നോക്കും അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അവനാണെങ്കിൽ കളിച്ചങ്ങ് ക്ഷീണിച്ച് പോയി. നമ്മൾ ചോദിക്കുന്നുണ്ട് വെള്ളം വല്ലതും വേണോ എന്നൊക്കെ. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ കുറേ നേരം കാണാത്തപ്പോൾ നമ്മൾ പോയി നോക്കി. അപ്പോൾ ആ പാർക്ക് പോലത്തെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സെക്ഷൻ അങ്ങ് അറ്റത്ത് കുറേ ബലൂൺസൊക്കെ ഇട്ട ഒരു സ്ഥലത്ത് അങ്ങ് കളിക്കുക. കാണാൻ അടിപൊളിയാണ് കേട്ടോ. കളർഫുൾ ബലൂൺസ്. 2 പിള്ളേരുടെ കൂടെ അങ്ങ് ആടി തിമിർക്കുക. ബലൂൺസ് എടുത്ത് അങ്ങോട്ട് എറിയുന്നു, ഇങ്ങോട്ട് എറിയുന്നു, കുത്തിമറിയുന്നു, കിടക്കുന്നു. ഒരു ബഹളം തന്നെയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ബോറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. ചേച്ചീനോട് ചോദിച്ചു ഏതെങ്കിലും റൈഡ്സിലൊക്കെ കയറണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങ് വേണ്ടാന്ന്. ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി അവർ കോൾ ചെയ്തായിരുന്നു. അങ്ങനെ ചേച്ചി പോയി വിളിച്ചുകൊണ്ട് വന്നു. അവന് പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരേ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ കാർ റേസിങ്ങിലാണ് പോയത്. കാറ് ഓട്ടിക്കാനൊന്നും അറിയില്ല. ചുമ്മാ സ്റ്റിയറിംഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. എന്നെയും ചേച്ചിയെ പോലും തൊടാൻ സമ്മതിക്കുന്നില്ല. ചേച്ചി പറയുന്നുണ്ട് നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞ് ശരിയെന്ന് പോയി. കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് അവൻ എന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ തള്ളലായിരുന്നു. നമ്മളെ തന്നെ അടുപ്പിക്കണില്ലായിരുന്നു. കൈ വയ്ക്കുമ്പം തന്നെ കീറി വിളി അങ്ങ് തുടങ്ങും. അവന് വന്നിട്ട് നല്ല ദാഹിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴത്തേക്കും മിറിണ്ട മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മിറിണ്ട മേടിച്ചു കൊടുത്തു. നല്ല ക്ഷീണിച്ചതല്ലേ, കളിച്ചൊക്കെ നല്ല ക്ഷീണിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ തരില്ല കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് ഊട്ടുപുരയിൽ നിന്ന് ചായയും വടയാണ് കഴിച്ചത്. 5 വടയും 3 ചായയാണ് പറഞ്ഞത്. വട വന്നിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്. ഇതിൻ്റെ മിനി വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അവന് പോപ്കോൺ വേണം എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കുറേ നോക്കി എവിടെ കിട്ടും. അങ്ങനെ നോക്കി പോയപ്പോൾ ഫഞ്ചൂറയിലെ അടുത്തുണ്ടെന്ന് അവൻ തന്നെയാണ് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നെ. അങ്ങനെ അവന് പോപ്കോൺ മേടിച്ചു കൊടുത്തു. അങ്ങനെ അത് കഴിച്ച് അവൻ പോവുകയാണ്. കൈയൊന്നും പിടിക്കാൻ തരില്ല കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് നടക്കണതാണ് അവനിഷ്ടം. പിന്നെ എൻ്റെ ട്വിൻ സിസ്റ്ററും അവളുടെ ഹസ്സും അമ്മായിയും വന്നു. ഒരു 5:15 ആയപ്പോഴാണ് വന്നത്. പിന്നെ നമ്മൾ പോയത് മൗസി അവിൽ മിൽക്ക് ഷോപ്പിലായിരുന്നു. അവിടുത്തെ ഒറിജിനൽ അവിൽ മിൽക്കാണ്. നമ്മൾ 3 ഷേക്കും വിത്ത് ഐസ്ക്രീമും പറഞ്ഞു. അവരുടെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ അതിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കുട എടുത്ത് വച്ചിട്ട് പാർത്തി കളിയായിരുന്നു. ക്യൂട്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവനാണേലും അതെടുത്ത് വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു. നമ്മളൊക്കെയാണെങ്കിലും അത് അങ്ങ് ഇട്ടിട്ട് പോകത്തില്ല. അവനിങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ കിട്ടിയാൽ മതി, അപ്പം കളി തുടങ്ങും. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല. അവിടെ ആ സമയത്ത് നല്ല തിരക്കാണെന്ന് പറഞ്ഞു. കളർഫുൾ ലൈറ്റ്സൊക്കെ വെച്ച് സൂപ്പറാണ്. ഡാൻസിങ് റെയിൻ. നമ്മളെല്ലാവരും അവിടെ തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അവിടെ ഇന്നെ നോക്കി നിന്ന് പോകും. പിന്നെ ചേട്ടൻ വന്നു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം നമ്മൾ നേരത്തെ അവിടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നല്ല ടയേർഡാകുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഉച്ച സമയത്തല്ലേ വന്നത്. പിന്നെ ചേട്ടനും ചേച്ചിക്കും വേറെ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നൈറ്റ് റൈഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പാർത്തി വന്നിട്ട് നല്ല ഹാപ്പിയായിരുന്നു. പാർത്തിക്ക് കള്ള ഉറക്കമാണ്. ഉറക്കം വന്ന് തൂങ്ങി ഇരിക്കുവാണ് നാളെ സ്കൂളിൽ പോകണതുകൊണ്ട്. ഈ സമയത്തൊക്കെ നേരത്തെ ഉറങ്ങുന്നതാണ്. പോപ്കോൺ കഴിച്ച് അങ്ങനെ ഇരിക്കുക. ഞാനും ഹാപ്പിയാണ്, അമ്മയും എല്ലാവരും ഹാപ്പിയായിരുന്നു. ഫാമിലി മൊത്തത്തിൽ ഹാപ്പിയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണമല്ലോ പുറത്തോട്ടൊക്കെ. നമുക്ക് തന്നെ പോസിറ്റീവ് വൈബ്സ് കിട്ടും, ഹാപ്പിനെസ്സും കിട്ടും. ലൈഫിൽ അതാണല്ലോ ഏറ്റവും വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലു മോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.